നമസ്കാരം. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെക്കുന്ന വീഡിയോ വലിയ സംഭവമാക്കി CJP തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സമരസ്ഥലത്തെത്തി നേതാവ് അഭിജിത്ത് ദീപ്കയുടെ കയ്യിൽ രാജി സമർപ്പിക്കുന്നതായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. പ്രതിഷേധത്തിനിടെ ഉത്തരാഖണ്ഡ് പോലീസിലെ ഉദ്യോഗസ്ഥനായ ഷേർ സിംഗ് ആണ് യൂണിഫോമിലെ ബാഡ്ജ് വലിച്ചൂരി അഭിജിത്ത് ദീപ്കയ്ക്ക് നൽകിയത്. എന്നാൽ ഈ സംഭവത്തിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന വ്യക്തിയാണെന്നാണ് ഉത്തരാഖണ്ഡ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇയാൾ. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ജന്തർ മന്ദിറിലെത്തിയ ഷേർ സിംഗ് സർക്കാരിനും ഉത്തരാഖണ്ഡിലെ തൊഴിൽ റിക്രൂട്ട്മെന്റ് സംവിധാനത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പിത്തോറഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന താൻ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പോരാടാനാണ് ജോലി ഉപേക്ഷിക്കുന്നതെന്ന് അവകാശപ്പെട്ട ഇയാൾ പോലീസിന്റെ ഷോൾഡർ ബാഡ്ജ് ഊരി CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയ്ക്ക് കൈമാറുകയായിരുന്നു. പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പലചരക്ക് കടകളിൽ പോലും ലഭ്യമായിരുന്നുവെന്നും സംസ്ഥാനത്തെ നിയമനങ്ങളിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും ഇയാൾ ആരോപിച്ചു. വലിയ ആഹ്വാനങ്ങൾ ഇയാൾ നടത്തുന്ന പ്രസംഗത്തിന്റെ വീഡിയോ CJPയുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ തോതിൽ വൈറലായിരുന്നു. സംഭവം വിവാദമായതോടെ ഉത്തരാഖണ്ഡ് പോലീസ് ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തുകയായിരുന്നു. കുമയോൺ റേഞ്ച് IG നിവേദിത കുക്രേതി വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. ജൂൺ 28 മുതൽ പിത്തോറാഗഡ് ജില്ലയിലെ ജോലി സ്ഥലത്ത് നിന്ന് അനുമതിയില്ലാതെ വിട്ടുനിൽക്കുകയായിരുന്നു ഈ പോലീസുകാരൻ. വിട്ടുനിന്നതിന് പിത്തോറാഗഡ് SP നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകാത്തതിനെ തുടർന്ന് ജൂലൈ 20 ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനിൽ കഴിയുന്ന ഇയാൾ സർവീസിലുള്ള വ്യക്തിയാണെന്ന രീതിയിലാണ് വീഡിയോകളിൽ ചിത്രീകരിക്കുന്നതെന്നും IG വ്യക്തമാക്കി. ഷേർ സിംഗിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി. കുപ്രസിദ്ധ ഗാങ്സ്റ്റർ പ്രവീൺ വാൽമീകിയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. മറ്റൊരു കോൺസ്റ്റബിളിനൊപ്പം ചേർന്ന് സാധാരണക്കാരെ ഭീഷണിപ്പെടുത്താനും ഭൂമി കയ്യേറാനും ഇയാൾ മുൻകൈ എടുത്തിരുന്നു. ഹരിദ്വാർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് 2025 സെപ്റ്റംബർ 15 ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. മാസങ്ങളോളം കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾക്ക് അന്ന് ജാമ്യം ലഭിച്ചത്. ഷേർ സിംഗിനെതിരെ വകുപ്പുതല നടപടികൾ പുരോഗമിക്കുകയാണെന്ന് IG വ്യക്തമാക്കി. ഇതിനു പുറമെ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസ്താവനകളുടെയും പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാളെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് വിവരം. ഇയാൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിയമോപദേശം തേടുകയാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. നിയമോപദേശം ലഭിച്ച ശേഷം പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും കർശനമായ അച്ചടക്ക നടപടികൾ ആരംഭിക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. കൂടാതെ ഇയാൾ ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ടോ അതോ വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുക മാത്രമാണോ ചെയ്തതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ CJP പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചർച്ച ഇന്ന് നടക്കും. രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങിയാണ് CJP. പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ വീണ്ടും ധർമ്മേന്ദ്ര പ്രധാനെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുമോ എന്നതാണ് പ്രധാനമായും രാജ്യം ഉറ്റുനോക്കുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ CJP വക്താക്കളായ സൗരഭ് ദാസ്, അശുതോഷ് രൻഗ എന്നിവരുമായി നടത്തിയ 2 മണിക്കൂർ ചർച്ചയിൽ പ്രക്ഷോഭകർക്കെതിരായ കേസുകൾ പിൻവലിക്കണം, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, അങ്ങനെ 2 പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച CJP സർക്കാർ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ അടുത്ത ഉന്നം പ്രധാനമന്ത്രിയായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.